എല്ലാവർക്കും കഞ്ഞീം കപ്പയും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വിഭവം എഗ് സമൂസയാണ്. അതിന് വേണ്ട ചേരുവകൾ: മഞ്ഞൾപ്പൊടി, ഉപ്പ്, എഗ് മസാല, ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഉപയോഗിക്കാം, മുളക് പൊടി, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ആവശ്യത്തിന്, അതുപോലെ വെളുത്തുള്ളിയും ആവശ്യത്തിന്. ആദ്യമായി ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമ്മളതിൽ ചേർക്കുന്നു. ഉള്ളി നന്നായിട്ട് ഇളക്കുക. അതിനുശേഷം അല്പം ഉപ്പ് നമുക്കതിൽ ചേർക്കാം. ഉള്ളി പെട്ടെന്നായി കിട്ടാൻ വേണ്ടി നമുക്കിത് ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഉള്ളിയിൽ ഉപ്പ് എല്ലായിടത്തും പിടിക്കുകയും ചെയ്യും. അടുത്തതായിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നമ്മൾ ഉള്ളിയിലേക്ക് ചേർക്കുന്നു. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അടുത്തതായിട്ട് ഇതിലേക്ക് നമ്മളുടെ എഗ് മസാല ചേർക്കുന്നു. ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അടുത്തതായിട്ട് നമ്മുടെ മുളക് പൊടി അതിലേക്ക് ചേർക്കുന്നു. പിന്നെ മഞ്ഞൾപ്പൊടിയും അതിൽ ചേർക്കുന്നു. തീ കുറച്ച് വെച്ച് നന്നായിട്ട് ഇളക്കുക. നമ്മുടെ ഉള്ളി ഏകദേശം ബ്രൗൺ നിറത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മളതിലേക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ആഡ് ചെയ്യുന്നു. നന്നായിട്ട് ഇളക്കുക. സമൂസയിലേക്കുള്ള മസാലയുടെ ആദ്യഘട്ടം ഏകദേശം ശരിയായിട്ടുണ്ട്. നമ്മളിവിടെ 3 മുട്ടയാണ് നമ്മളിവിടെ എടുക്കുന്നത്. മുട്ട നമ്മൾ ഒരു എഗ് ബുർജിയുടെ രൂപത്തിലേക്ക് ആക്കിയെടുക്കാൻ പോവുകയാണ്. അതിലേക്ക് ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. അടുത്തതായിട്ട് മുട്ട നമ്മൾ പൊരിക്കാൻ പോവുകയാണ്. നമ്മൾ എഗ് ബുർജിക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ആ രീതിയിൽ നമ്മൾ മുട്ടയെ ഇളക്കി നന്നായിട്ട് പാകപ്പെടുത്താൻ പോവുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മീഡിയം തീയിൽ വേണം നമ്മൾ മുട്ട പൊരിക്കാൻ. മുട്ട ഏകദേശം ആയിട്ടുണ്ട്. നമ്മളതിലേക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുന്നു.
അപ്പോൾ നന്നായിട്ട് ഇളക്കി മസാല എല്ലായിടത്തും പിടിച്ചിട്ടുണ്ട്. നമ്മുടെ എഗ് സമൂസയിലേക്ക് വേണ്ട മസാല റെഡി ആയി കഴിഞ്ഞു. ഇനി നമ്മൾ സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് മൈദ ആവശ്യത്തിന്, വെള്ളം 1 കപ്പ്, നന്നായിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് കുഴച്ചെടുത്ത മൈദയാണിത്. നമ്മുടെ സമൂസ ഷീറ്റിന് പാകമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ പരത്തി ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റായിട്ട് നമ്മളതിന് പരത്തി നമ്മളതിന് 2ആയിട്ട് അരിയുന്നു. അപ്പോൾ ഒരു ഇതിൽ 2 സമൂസ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫില്ല് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചുകൂടി നല്ല അമർത്തി ക്ലോസ് ചെയ്യുക. കൂടെ ചെറുതായിട്ട് നനച്ച് ഒന്ന് ഒട്ടിക്കാൻ കൂടി ശ്രമിക്കുക. കാരണം നമ്മൾ എണ്ണയിലിടുമ്പോൾ അത് തുറന്നു വരാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മുടെ സമൂസ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് എണ്ണയിലിട്ട് പൊരിക്കുകയാണ്. അതിനായിട്ട് ചൂടായ ചട്ടിയിലേക്ക് അല്പം ഓയിൽ ഒഴിക്കുന്നു. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അതിലേക്ക് ഓരോ സമൂസ വീതം ഇടുന്നു. നമ്മുടെ എഗ് സമൂസ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും വീട്ടിൽ പരീക്ഷിക്കാവുന്ന ഒന്നാണ്, നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് സമൂസ. ഈവനിങ് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.